എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നും കൂടെ കഴിഞ്ഞാൽ വീക്കെൻഡായി അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തള്ളി നീക്കുക. ജോലിയിലുള്ളവരുടെ കാര്യമായി പറയുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്. ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്. 2 പൈലായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പൈൽ, സെക്കൻഡ് പൈൽ. ഇതിലേതാണ് നിങ്ങൾക്ക് ആകർഷണീയമായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ആ പൈല് ചൂസ് ചെയ്തോളാം. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കാണുക. ഓവറായിട്ട് എക്സൈറ്റഡ് ആവുകയോ ഓവറായിട്ട് സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ചിലർക്ക് റെസനേറ്റ് ആകും, ചിലർക്ക് റെസനേറ്റ് ആവില്ല. ആ രീതിയിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഫയൽ നമ്പർ 1 ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരും. കണ്ടോ എന്തുമാത്രം എജിറ്റേഷൻ ഒന്ന് കണ്ടോ. കാം ഡൗൺ. ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് കാണിച്ചു തരും. ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് കാണിച്ചു തരും. ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് കാണിച്ചു തരും. ഓണസ്റ്റ് ട്രൂ തോട്ട്സ് ഓഫ് മൈ. കണ്ടോ, ഒരു തരത്തിലും കാർഡ് കയ്യിൽ നിൽക്കുന്നില്ല. കാം ഡൗൺ, കാം ഡൗൺ. ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. പ്ലീസ് കാം ഡൗൺ. കറണ്ട് തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ അബൌട്ട്. എടുക്കട്ടെ. എടുക്കണേ. കിങ് ഓഫ് കപ്സ്. ഓക്കെ, ഗുഡ്. നൈറ്റ് ഓഫ് വാൻഡ്സ്. വെരി ഗുഡ്. ക്വീൻ ഓഫ് വാൻഡ്സ്. ഓക്കെ. പേജ് ഓഫ് വാൻഡ്സ്. ശരി. 5 ഓഫ് പെൻറ്റക്കിൾസ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ. ടവർ നോക്കാം കേട്ടോ. എംപറർ. 6 ഓഫ് കപ്സ്. Hanged man. 3 of swords. Knight of cups. Bottom of the deck, high priestess. Okay. ഇത് ഓരോ കാർഡ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും. അങ്ങനെ വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ ഇന്ന് സ്പെസിഫിക്കലി ഇതൊന്നും ഓരോന്നും ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നില്ല. ജനറലി ആണ് പറയാൻ പോകുന്നത്. പക്ഷേ ഇതിൽ ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. ഓക്കെ, മിക്സ്ഡ് എനർജി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെപ്പറ്റി ഒരുപാട് സ്നേഹത്തോടെ തന്നെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന പോലെ ഒരു ഭാഗത്തിരുന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നൈറ്റ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നത്. അതോടൊപ്പം ദൂരദേശത്താണെങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം എന്നൊരു ചിന്ത അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം എന്ന് പറഞ്ഞ് പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ക്വീൻ ഓഫ് വാൻഡ്സ് വെച്ച് നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം എന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നത്. റെസ്പെക്റ്റ് കലർന്ന സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളത്. നിങ്ങളുടെ ജോലിയിലാവട്ടെ, നിങ്ങളുടെ ജീവിത ശൈലിയാവട്ടെ, നിങ്ങളുടെ പെരുമാറ്റമാവട്ടെ,
സംസാരമാവട്ടെ എല്ലാം മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കത്തക്ക ഒരു രീതിയിലുള്ളതായിരിക്കും. വളരെ ആകർഷണീയമായ ഒരു 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 പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങൾ. ഓക്കെ, അതിൽ ഇവരും വളരെയധികം ആകൃഷ്ടരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം. അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നവർ ആലോചിക്കുന്നുണ്ട്. പേജ് ഓഫ് ഫോൺസ് വെച്ച് നിങ്ങളുമായി സംസാരിക്കണം എന്നവർ തീർച്ചയായും ആലോചിക്കുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് കണ്ട് സംസാരിക്കണം എന്ന് തന്നെയാണ് ഇവർ കൂടുതലായും ആലോചിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, 5 ഓഫ് പെൻറ്റിക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സണൽ പലർക്കും, എല്ലാവർക്കും ആയിരിക്കില്ല, പലർക്കും ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയിൽ കൂടെ അവർ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റിക്കിൾസ്, ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റിക്കിൾസ്, ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റിക്കിൾസ്. 10 ഓഫ് വാൻഡ്സ്, അത് തന്നെയാണ്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് നിങ്ങളുടെ പേഴ്സണൽ ഒരു തടസ്സമായിട്ട് അവിടെ ഫീൽ ചെയ്യുന്നത്. അവർ ഫൈനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും ആയിരിക്കില്ല, അത് ചിലരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവരവർക്ക് അവരവരുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ അറിയായിരിക്കും അല്ലേ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവർ കരിയറിൽ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സാമ്പത്തികമായിട്ടൊരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു. അത് ശരിയായിട്ട് വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവേണ്ടത് എന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ടവർ മൊമെൻറ്റിലായിരിക്കും നിങ്ങളുടെ ഈ റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തത് ഒരു സെറ്റായിട്ട് എടുക്കുക, രണ്ടാമത്തത് ഒരു സെറ്റായിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഇന്ന് കാണുന്നത്. ആദ്യത്തത് ഒരു ഗ്രൂപ്പുകാരുടെ, രണ്ടാമത്തത് മറ്റൊരു ഗ്രൂപ്പ് ആൾക്കാരുടെ എനർജി ആയിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത് ഇന്ന്. ആ സാമ്പത്തിക തടസ്സം കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഒരു ടവർ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നു. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ലൈഫിൽ, അതും ഒരു തടസ്സമായിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, ജോലി, അങ്ങനത്തെ ഒരുപാട് ഡിഫറൻസസ് നിങ്ങളുടെ ഇടയിലുണ്ട്. അതായത് സൊസൈറ്റിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള പല തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ടും കാണുന്നു. ആർക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് അതെങ്ങനെ തരണം ചെയ്യും എന്നതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 3 സിനാറിയോ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇപ്പോൾ ആദ്യത്തേതിൽ അവർ വളരെ സ്നേഹത്തോടെ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളുടെ അടുത്തേക്ക് എത്ര വേഗം എത്തണം എന്ന് പറഞ്ഞ് ആലോചിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ സിനാറിയോയിൽ ചിലർക്കെങ്കിലും സാമ്പത്തിക തടസ്സം ഒരു പ്രശ്നമായിട്ട് കാണുന്നു. അവരത് തരണം ചെയ്യണം, ആ ടവർ മൂവ്മെൻറ്റ് മാറ്റണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ സിനാറിയോ നിങ്ങളുടെ പേഴ്സൺ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അങ്ങനത്തെ ഡിഫറൻസസ്, സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത ചില തടസ്സങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉള്ളതായിട്ട് കാണുന്നു. അതിനെപ്പറ്റി ബോധേഡായിട്ട് ചിന്തിക്കുന്നു കേട്ടോ. അതും ആ ടവർ മൂവ്മെൻറ്റിന് കാരണമായിട്ടുണ്ട്. അതെങ്ങനെ തരണം ചെയ്യാമെന്നവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ പ്രതി ഹൈലി നൊസ്റ്റാൾജിക് ആയിട്ട് ആലോചിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ തമ്മിൽ കുറേ കാലമായിട്ട് അറിയാം, നിങ്ങളുടെ ഇടയിൽ ഓർമ്മകളുണ്ട്, നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ അവർ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഒന്നിച്ചെടുത്ത പിക്ചേഴ്സ് ഉണ്ടായിരിക്കാം, അതെല്ലാം എടുത്ത് നോക്കുന്നതായിട്ടും ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഹാങ്ഡ് മാൻ നോക്കട്ടെ. ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. എന്ത് സിറ്റുവേഷനിലാണ് ഇവർ ഹാങ്ഡ് ആയിട്ടിരിക്കുന്നത്? ഡിവൈൻ, എന്ത് സിറ്റുവേഷനിലാണ് ഹാങ്ഡ് ആയിട്ടിരിക്കുന്നത്? കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ വീണ്ടും റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. റെസ്പോൺസിബിലിറ്റീസ് മൂലം അവിടെ അവർ കുറച്ച് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഫൈനാൻഷ്യലി ഇവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവരുടെ ലൈഫിലുണ്ട്. അതിന് ആ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. അവിടെയും അവർ സിറ്റുവേഷൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതങ്ങ് എടുത്തെറിഞ്ഞ് വരാൻ അവർക്ക് സാധിക്കില്ല. അതിനെക്കുറിച്ചും ബോധേഡായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് സോർട്സ്. ക്ലാരിഫൈ 3 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 3 ഓഫ് സോർട്സ്. ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. 3 ഓഫ് സോർട്സ്. അവിടെ
ഈ ഒരു കേസിൽ ഈ ഒരു പെർട്ടിക്കുലർ കാർഡ് 3 ഓഫ് കാർഡ്സ് അതൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ കിങ് ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഈഗോ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒന്നുകിൽ അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ആ തേർഡ് പാർട്ടി കുറച്ച് കൺട്രോളിങ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അവിടെ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഇവർക്ക് ഈഗോ വിട്ട് നിങ്ങളുടെ അടുത്തൊരു സോറി പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് കുറേ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബലം പിടിച്ചിരിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഇത് ഓരോ കാർഡ് ഓരോരുത്തർക്കുള്ളതാണ്, അങ്ങനെ മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലുള്ളവർക്കുള്ളതാണ് ഈ സെറ്റ് ഓഫ് കാർഡ്സ്. ഓക്കെ, ആ സിറ്റുവേഷൻ അവർ അങ്ങനെ ആ ഒരു ഇത് നിങ്ങൾക്ക് വന്ന് സംസാരിച്ചൂടെ എന്ന് ചിന്തിക്കില്ലേ, ആ രീതിയിൽ ഇവർ സോറി പറയില്ല, നിങ്ങൾ സോറി പറഞ്ഞ ആ പ്രശ്നം സോൾവ് ആക്കണം എന്നവർ ചിന്തിക്കുകയാണ് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ദ മൂൺ വളരെ വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവർ ഈഗോയും പിടിച്ച് അവിടെ ബലം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയവും അവർക്കുണ്ട്. എന്നാൽ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ പറഞ്ഞ് സോൾവ് ആക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ, അല്ലേ? അത് വിട്ടു പോകുമോ എന്നൊക്കെ ചിന്തിച്ച് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ സംസാരിച്ച് ക്ലിയർ ആക്കാവുന്ന കാര്യങ്ങളെ ഉള്ളെങ്കിൽ രണ്ടുപേരും തന്നെ ഈഗോ ഒന്ന് മാറ്റി വെച്ചിട്ട് പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യുക കേട്ടോ. നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ വഴക്ക് സോൾവ് ആക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, ഈഗോ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു രീതിയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ മനസ്സ് അവർക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് കാണുന്നത്. പോസിറ്റീവ് കാർഡാണ് അവിടെ, ദ സ്റ്റാറാണ് വന്നത്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് ഒരാളുമായിരിക്കാം, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും സ്പിരിച്വൽ ആയിട്ട് ഉള്ള വ്യക്തിയാണ്. ദൈവത്തോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാൾക്കാരാണ് കേട്ടോ. ഒക്കൾട്ട് റിലേറ്റഡ് പ്രാക്ടീസസ് നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ടാരോ അല്ലെങ്കിൽ ജ്യോതിഷം, ന്യൂമറോളജി, ആസ്ട്രോളജി അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ ഉള്ള ഒരു ഒക്കൾട്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ. നിങ്ങൾ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെന്താ പറയുക, ഒരു പ്രയർ ഗ്രൂപ്പിലൊക്കെ വെച്ച് പരിചയപ്പെട്ടവരായിരിക്കാം. അങ്ങനെ പ്രാർത്ഥനകളിൽ ഡെയിലി ധ്യാനം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ടും കാണുന്നു. ഹൈ പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ സ്പിരിച്വാലിറ്റി നിങ്ങളെ അടുപ്പിക്കുന്നതായിട്ട് കാണുന്നു, പരസ്പരം അടുപ്പിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അത് നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് ഒന്നിച്ച് നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ കാർഡ്സ് എടുക്കാം. ക്ലാരിഫൈ, ഗിവ് മി മോർ കാർഡ്സ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സ് കുറച്ചുകൂടി തരൂ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സ് കുറച്ചുകൂടി തരൂ. 4 ഓഫ് കപ്സ് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങളെ ഇപ്പം കാണാൻ സാധിക്കേണ്ടാവില്ല, അവിടെ ഇരുന്ന് നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു, ചിന്തിക്കുന്നു കേട്ടോ. നിങ്ങളടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ടെമ്പറൻസ് വെച്ചിട്ട് ഇന്നത്തെ ദിവസം ഒരു അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെ പ്രാർത്ഥനകൾ എന്തെങ്കിലും പങ്കെടുത്തിരിക്കാം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് അവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ദ ഫൂൾ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തരം റിസ്ക് ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ അവർ തയ്യാറാണ്. ആ റിസ്ക് ഫാക്ടേഴ്സ് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഈ റിലേഷനിൽ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. 4 ഓഫ് വാൻഡ്സ്.
നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു കല്യാണം, അൺഡിസ്ക്ലോസ്ഡ് ലവ് ആണെങ്കിൽ, നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത ലവ് ആണെങ്കിൽ ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യവും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു പബ്ലിക് ഇവൻറ്റിൽ വെച്ചിട്ടായിരിക്കും. അതായത് 4 ആൾ കൂടുന്ന സ്ഥലത്ത്, ഈവൻ ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് കാണുന്നതായിരിക്കും, റോഡിൽ വെച്ച് കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ വെച്ച് കാണുന്നതായിരിക്കാം, അതേപോലെ സുഹൃത്തുക്കളുടെ ഇടയിൽ വെച്ച് കാണുന്നതായിരിക്കാം. അങ്ങനെ തമ്മിൽ കാണാനും സംസാരിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ തമ്മിൽ കണ്ട്, ഈ പറഞ്ഞ പോലെ പബ്ലിക് പ്ലേസിലോ എന്തെങ്കിലും വെച്ച് കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എന്ത് സംസാരിക്കണം എന്നൊക്കെ ഇവർ ഇരുന്ന് ആലോചിക്കുകയാണ്, പ്ലാൻ ചെയ്യുകയാണ് എന്നുള്ള രീതിയിലും കാണുന്നുണ്ട്. ഇത് കാണാനുള്ള സാഹചര്യം വരുന്നുണ്ട്, അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. കാണുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യില്ലേ, അതുപോലെ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നു. 9 ഓഫ് കപ്സ്, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ ലൈഫിൽ മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളും കൂടി വന്നാലേ അത് പൂർണ്ണമാകുന്നുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളെക്കുറിച്ച് വളരെ പൊസസീവായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. അതായത് നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നതോ ഇടപഴകുന്നതോ ഒന്നും ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് സോർട്സ് വെച്ചിട്ട് ഇമ്പൾസീവ് ആക്ഷൻസ് അവരുടെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എടുത്തു ചാടി. കാരണം അങ്ങനെ ഒരു പൊസസീവ്നെസ് അവിടെ വന്നിട്ട് അവർ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഈ പൊസസീവ്നെസ് വളരെ കൂടുതലായി നിൽക്കുന്നതായിട്ട് കാണുന്നു. എടുത്തു ചാടിയിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി ഇവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്, സൂക്ഷിക്കുക കേട്ടോ. അതേപോലെ 3 ഓഫ് പെൻറ്റക്കിൾസ്, പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നത് കേട്ടോ. ഇപ്പോൾ ആ ലൈന് കറക്റ്റായി. അതായത് പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ സമയത്താണ് ഇവർക്ക് ഈ ഇൻസെക്യൂരിറ്റി വരുന്നതും ഇമ്പൾസീവ് ആക്ഷൻ വരാനുള്ള സാധ്യതയും കാണുന്നത് കേട്ടോ. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ വളരെ ബോദർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആണെങ്കിൽ പരസ്പരം നിങ്ങളിൽ ഒരാൾ അവരുടെ സ്പൗസിൻ്റെ ഒപ്പം ഇവരെ കണ്ട് കാണണം, അത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. ഓക്കെ, ഒരേ ഒരു കാർഡ് കൂടെ എടുക്കാം. ഡേവിൾ നിങ്ങളെക്കുറിച്ച് വളരെ ഒബ്സസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അവർക്കൊരു അഡിക്ഷൻ പോലെയാണ്. ഓക്കെ, നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറുമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഗ്രൂപ്പ് 1കാരുടെ റീഡിങ്. ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അതുപോലെ മാത്രം എടുക്കുക കേട്ടോ. കാരണം ഇതിൽ ഒരുപാട് പേരുടെ എനർജി കണക്റ്റ് ആവുന്നതാണ്, അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എക്സാക്റ്റ് ഫീലിംഗ് നിങ്ങൾക്കായിട്ട് മാത്രമുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം നമുക്ക്. ഇനി അടുത്ത ഡെക്ക്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ ദിവസത്തെ ചിന്തകൾ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനെ പറ്റിയിട്ട്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകൾ എന്താണ് അവരെക്കുറിച്ച്, വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകൾ എന്താണ് അവരെക്കുറിച്ച്. ഓണസ്റ്റ് ട്രൂ തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. ഈ ഗ്രൂപ്പുകാർ കുറച്ച് കാമാണ്, മറ്റേ ഗ്രൂപ്പുകാരെ അപേക്ഷിച്ച് കുറച്ച് കാമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എടുക്കാണേ. ഹെറഫൻറ്റ്, സ്ട്രെങ്ത്, നൈറ്റ് ഓഫ് സോർട്സ്, 3 ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, ഗുഡ്. 9 ഓഫ് കപ്സ്, വെരി ഗുഡ്. ഏസ് ഓഫ് കപ്സ്, ഗുഡ്. എംപറർ, ഹാങ്ഡ് മാൻ. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് കപ്സ്, ശരി. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ചാരിയറ്റ്. ഓക്കെ, ക്ലാരിഫൈ ഹെറോഫൻറ്റ്, ക്ലാരിഫൈ ഹെറോഫൻറ്റ്, ക്ലാരിഫൈ ഹെറോഫൻറ്റ്.
3 ഓഫ് പെൻഡക്കിൾസ്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. എല്ലാ കാർഡും എല്ലാ പേർക്കും ഉള്ളതല്ല. അവരവരുടെ സിറ്റുവേഷൻ അവരവർക്ക് അറിയായിരിക്കും. അത് വെച്ച് മാത്രം കണക്ട് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഇവർ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലിജൻ അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ കാണുന്നു. അതായത് ഇവർ സൊസൈറ്റിയെ പേടിച്ച് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വരാൻ സാധിക്കാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്ന. റെസ്പോൺസിബിലിറ്റി കൈയൊഴിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു റിലേഷനിൽ തുടരുന്നതായിട്ട് കാണുന്നു കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തുടരുന്നതായിട്ട് കാണുന്നു. ഇത് അവരുടെ സ്പൗസാണ്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ സ്പൗസാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അതിനെപ്പറ്റി അവർ വളരെ ബോധമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം ക്ഷമയോടെ മാത്രമേ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നവർക്കറിയാം. അതായത് ഫാമിലിയെ എടുത്തെറിഞ്ഞിട്ടൊന്നും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ. നൈറ്റ് ഓഫ് സോർട്സ് വെച്ചിട്ട്, നൈറ്റ് ഓഫ് സോർട്സും 3 ഓഫ് കപ്സ് ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് അവർ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ കുറച്ച് ആൾക്കാർ ഉള്ള സ്ഥലത്ത് വെച്ച് പരസ്പരം കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. ചുറ്റും മറ്റുള്ളവരുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും വെള്ളം കൂടുതലായിട്ടുള്ള എസ്പെഷ്യലി കടൽ ഉള്ള ഒരു സ്ഥലത്ത് ഉള്ള ആളാണെന്ന് കാണുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നായിരിക്കും ഇവർ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കടൽ ഉള്ള ഒരു സ്ഥലത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഈ വെള്ളവുമായിട്ട് സം റിലേഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒരു മഴ, വാട്ടർ ബോഡീസ്, അതുപോലെ കടൽ, കായൽ, പുഴ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു റിലേഷൻ നിങ്ങളുടെ റിലേഷനുമായിട്ട് കാണും. അതായത് ഈ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മഴ കാണുമ്പോൾ നിങ്ങളെ ഓർക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് കടൽ കാണുമ്പോൾ നിങ്ങളെ ഓർമ്മ വരിക, മഴ കാണുമ്പോൾ നിങ്ങളെ ഓർമ്മ വരിക, അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. കിങ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്ന. വളരെ സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് എപ്പോഴും എന്നും അവരുടെ ചിന്തകളിലുണ്ട് കേട്ടോ. നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നു അവർ. ഓക്കെ. ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നത്. കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ് രണ്ടും ഉണ്ട്. ഏസ് ഓഫ് കപ്സ് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അത്രയും സ്നേഹം അവർ നിങ്ങൾക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എംപറർ വെച്ച് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമായി നിൽക്കുന്നത് ഒരു കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, അവരിയ്ക്കുന്ന പദവി, ജോലിയിലിരിക്കുന്ന പദവി ഉണ്ടല്ലോ അത്, അല്ലെങ്കിൽ ഒരു ഏജ് ഗ്യാപ്പ്, ഇതെല്ലാം തടസ്സങ്ങളായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരതിനെപ്പറ്റി ബോധമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ് ഇവർക്ക്. നിങ്ങളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് കൂടുതലായിട്ടും ഉള്ളത്. ഓക്കെ. ഹാങ്ഡ് മാൻ എന്താണ് അവിടെ നോക്കാം. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. പേജ് ഓഫ് കപ്സ്. എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവർ പെട്ടിരിക്കുകയാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. എന്തോ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്ത് സിറ്റുവേഷനിലാണ് ഇടുവാൻ അവർ സ്റ്റക്കായിരിക്കുന്നതെന്ന് പറഞ്ഞു തരൂ. എന്ത് സിറ്റുവേഷനിലാണ് അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്? ക്വീൻ ഓഫ് സോർട്സ്. അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. ഓക്കെ. അതിനെക്കുറിച്ച് വളരെ ബോധമായിട്ട് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ്
ഇവർ വളരെ പ്രബലമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇവരെടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. അവിടെ തേർഡ് പാർട്ടി ഉണ്ടോ ഫോർത്ത് പാർട്ടി ഉണ്ടോ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഇവരറിയാതെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും പറ്റുന്ന സമയത്ത്. പഴയ മെസ്സേജസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എല്ലാം അവിടെ അവർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 10 ഓഫ് കപ്സ് വെച്ച് ചിലർക്കെങ്കിലും അവരുടെ ഫാമിലി കൂടെയുള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഒരു തേർഡ് പാർട്ടി ആ ഒരു റെസ്പോൺസിബിലിറ്റി, കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഫാമിലി റെസ്പോൺസിബിലിറ്റിയും അവരെ തടയുന്നതായിട്ട് കാണുന്നു. അതിനെപ്പറ്റി വളരെ ബോധേഡായിട്ട് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം കുട്ടികളുണ്ടായിരിക്കും, റെസ്പോൺസിബിലിറ്റീസ് എടുത്തെറിഞ്ഞ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനെക്കുറിച്ച് അവർ ബോധേഡായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്, ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. ഫാമിലി ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അറിയും എന്നുള്ളൊരു റിസ്ക് ഫാക്ടർ അവർക്ക് അവിടെ വളരെ പ്രബലമായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ വളരെ ബോധമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ചാരിയറ്റ് വെച്ചിട്ട് സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാ സിറ്റുവേഷനും എല്ലാ റിസ്ക് ഫാക്ടേഴ്സും തരണം ചെയ്ത് നിങ്ങളെ കാണാൻ അവർ വരുന്നുണ്ട് എന്ന് തന്നെ അവർ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് അവിടെ വരുമോ എന്നുള്ളതിന് ഒരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. ചിന്തകളിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആ ഒരു ആഗ്രഹം വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് മുകളിൽ പറഞ്ഞു അവർ വരുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ടായാലും നിങ്ങളെ കാണാനുള്ള ഒരു സാഹചര്യം അവർ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നിങ്ങളുടെ പേഴ്സൺ മെയിനായിട്ട് ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ഉള്ള ഒരാളായിരിക്കണം കേട്ടോ. ട്രാവൽ ചെയ്തായിരിക്കും വന്ന് നിങ്ങളെ കാണുക. ലോങ് ഡിസ്റ്റൻസ് കാണുന്നു. ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളെ കാണുന്നതിനെ പറ്റിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല. അവർ തീർച്ചയായും നിങ്ങളെ കാണാൻ വരുന്നതിനെ പറ്റി ആലോചിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, some more cards divine, give me some more cards, give me some more cards. മജീഷ്യൻ തുടർച്ചയായിട്ട് നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഞാൻ ഷഫിൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ കാർഡ് വീണിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അങ്ങനെ പ്രബലമായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഹാമറ്റ് വെച്ചിട്ട് ഇവർ ധ്യാനത്തിനിരുന്നാൽ പോലും, മെഡിറ്റേഷൻ കാര്യങ്ങൾക്ക് ഇരുന്നാൽ പോലും ഇവരുടെ മനസ്സിൽ നിങ്ങളുടെ മുഖമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതായത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക്. ഇവരുടെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നിങ്ങളെ മിസ്സിങ് എനർജിയാണ്. ഒരു ഒറ്റപ്പെടൽ എപ്പോഴും ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ മുഖം തന്നെ കോൺസ്റ്റൻ്റ്ലി മനസ്സിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇവർ എന്ത് മനസ്സിലായി അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ലവേഴ്സ്, നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾ കണക്ഷനാണ്, സ്പിരിച്വൽ കണക്ഷനാണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ധ്യാനത്തിൽ പോലും നിങ്ങളുടെ മുഖമാണ് മനസ്സിൽ വരുന്നതെന്ന് പറയുമ്പോൾ എത്രത്തോളം അവർ നിങ്ങളുമായിട്ട് അടുപ്പത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. സോറി, തൊണ്ട പ്രശ്നമായിരിക്കുകയാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വേണം എന്ന് തന്നെ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ടെമ്പറൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പെർഫെക്റ്റ് ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഈവൻ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പാരലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. സൺ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വന്ന ഒരാളാണെന്ന് അവർ കരുതുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ അവരുടെ ലൈഫിൽ കൊണ്ടുവന്ന ഒരാളാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഡെവിൾ വെച്ചിട്ട് ഒബ്സസ്ഡായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ ഹെർമിറ്റിൻ്റെ എനർജി പറഞ്ഞപ്പോൾ തന്നെ അത് മനസ്സിലായില്ലേ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുകയാണ്. അതായത് നിങ്ങൾ ഇല്ലാത്ത ഒരു ലൈഫ് അവർക്ക് ആലോചിക്കാൻ വയ്യ. നിങ്ങളൊരു അഡിക്ഷനായിട്ട് മാറിയിരിക്കുകയാണ് അവർക്ക് എന്നുള്ള രീതിയിലാണ് അവിടെ കാണുന്നത്. 4 ഓഫ് വാൻഡ്സ്, നിങ്ങൾക്കൊരു പ്രപ്പോസൽ, നിങ്ങളുടെ അൺഡിസ്ക്ലോസ്ഡ് ലവ് ആണെങ്കിൽ, നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പരസ്പരം നിങ്ങൾക്കൊരു പ്രപ്പോസലൊക്കെ തരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ
ജോലി സംബന്ധമായിട്ടോ മറ്റോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും 4 ആൾ കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ തമ്മിൽ കാണാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ളൊരു സാഹചര്യം വരുന്നതായിട്ടും കാണുന്നുണ്ട്. ആ സാഹചര്യം ഉണ്ടാക്കുന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. മറ്റുള്ളവരുണ്ടായാലും കുഴപ്പമില്ല, നിങ്ങളെ കാണണം, സംസാരിക്കണം. അപ്പം അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് എംപ്രസ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. എനർജി മാത്രം എടുക്കുക. സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് അവിടെ വിഷയമല്ല. ഓക്കെ, എനർജി മാത്രം എടുക്കുക. നിങ്ങൾ എന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, വളരെ സ്നേഹത്തോടെ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ തീർച്ചയായും പലർക്കും തടസ്സങ്ങൾ അവിടെ കാണുന്നുണ്ട്. ആ തടസ്സങ്ങൾ മറികടന്ന് ഒരു തീരുമാനം എടുക്കണം, ഒരു ബാലൻസിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പ്രബലമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതേപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.